ഇന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ 1v1 കളിക്കുമായിരുന്നു. അപ്പോൾ 3 കളി അവൻ എടുത്തു. ബാക്കിയുള്ള കളികൾ നമുക്ക് കാണാം. ഒരു കളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരിയും ഡിലേ ആക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് 4 റൗണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് കളി നോക്കാം. ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തൊക്കെയോ സെൻസിറ്റിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ സെൻസിറ്റിവിറ്റി ചെയ്ത് വന്നപ്പോൾ തന്നെ അവൻ AW വെച്ച് അടിച്ചു. പിന്നെ മനസ്സിലായി ആ സെൻസിറ്റിവിറ്റി എനിക്ക് പറ്റത്തില്ല, നേരത്തെ തന്നെ മതിയെന്ന്. ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ, അവൻ എന്നെ അടിച്ചു. അവൻ എടുത്തത് AW ആണെന്ന് തോന്നുന്നു. നല്ല ഹെഡായിരുന്നു അവൻ തന്നത്. അപ്പോൾ എൻ്റെ അനിയൻ 4 റൗണ്ട് എടുത്തിട്ടുണ്ട്, ഞാൻ 1 റൗണ്ട് എടുത്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം. അവിടെ ഞാൻ ബ്ലൂ ഇട്ടു, അവൻ കയറി വന്നു. ഞാൻ ഡെസേർട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്, പറ്റിയൊന്നുമില്ല. പിന്നെ ഞാൻ അടിക്കാൻ നോക്കി, പിന്നെയും പറ്റിയില്ല. ഞാൻ പിന്നെ AK-47 വെച്ച് അടിക്കാൻ നോക്കി, അതും പറ്റിയില്ല. ഉറ്റാക്കർ വെച്ച് പിന്നെ അടിക്കാൻ നോക്കി, അതും പറ്റിയില്ല. പിന്നെ AK-47 വെച്ച് അടിച്ച് നോക്കി, അതും പറ്റിയില്ല. പിന്നെ AK-47 വെച്ച് അടിച്ച് നോക്കി, അതും പറ്റിയില്ല. അങ്ങനെ ഒത്തിരി പറ്റി അടിച്ച് പക്ഷെ അവൻ അവിടെ സ്കില്ല് നിൽക്കും കേട്ടോ. പിന്നെ അവൻ അടിച്ചു ഗൈസ്. 5 റൗണ്ട് അവൻ എടുത്തു. ഡബിൾ AW വെച്ച് 5 റൗണ്ട് അവൻ എടുത്തു. ഇനി എന്തുവാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു നൈസിനങ്ങ് AK മാറ്റിയിട്ട് നമുക്ക് UMP അല്ലല്ലോ UMP എടുക്കാമെന്ന് വെച്ചു. M50 ഞാൻ എടുക്കത്തില്ല ഗൈസ്. ഞാൻ M50 എടുക്കുക എന്നാണ്, പക്ഷേ എനിക്ക് M50 കളിക്കാൻ അറിയത്തുള്ളൂ. ഞാൻ M50 എടുത്തില്ല. എനിക്ക് UMP അത്യാവശ്യം കുറച്ചൊക്കെ കളിക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ അവൻ കയറി വന്നു. ഞാനൊരു 138 ഡാം കൊടുത്തു, പക്ഷെ അത് ഫേക്ക് ഡാം ആയിരുന്നു. പിന്നെ ഡാം കൊടുത്തു, അത് കറക്റ്റ് ഹെഡായിരുന്നു. അപ്പോൾ നമ്മൾ 2 റൗണ്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ അനി 5 റൗണ്ട് എടുത്തു. നമ്മൾ 2 റൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവനെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവൻ ഇപ്പോൾ കയറി വന്നാൽ ഞാൻ അടിക്കുമെന്നുള്ള ഒറ്റ മൈൻഡിൽ നിൽക്കുവാണ്. അപ്പോൾ അവന് ഞാൻ ഇനി കുറച്ച് റൗണ്ട് കൊടുത്താൽ അവൻ കുറച്ച് ടാസ്ക് ആയിരിക്കും നമുക്ക് ബുള്ളി അടിക്കാൻ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുമോ? നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ ഓപ്പൺ ആയിരിക്കും. ഞാൻ അടിക്കാൻ നോക്കുന്നുണ്ട്, വുഡ്പാക്കർ വെച്ച് അടിച്ചു ഗൈസ്, അവൻ്റെ തല പൊട്ടിച്ചു ഗൈസ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ കളി തെറ്റിപ്പോയി. എൻ്റെ അനിയൻ്റെ കളി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ കളി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പിന്നെ കളിക്കകത്ത് വരുമ്പോൾ അവനെ ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുവാണ്. ഒത്തിരി നേരം നിന്നു, അവൻ വന്നില്ല. പിന്നെ ഞാൻ ബ്ലൂട്ട് കുറച്ചുകൂടെ അകത്ത് പോകാമെന്ന് വെച്ചു. പിന്നെ അവൻ വന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അകത്തോട്ട് പോകാമെന്ന്. പിന്നെ നോക്കിയപ്പോൾ അതുകൊണ്ട് ഗൈസ് അവിടെ ഒളിച്ചിരിക്കുന്നു. ഞാൻ അത്ര അടിക്കുന്നു കണ്ടുകൊണ്ട് അവൻ പോയി മറ്റേ മതിലിൻ്റെ അവിടെ ഒളിച്ചിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, എണ്ണിച്ച് വാ വീഡിയോ എടുക്കുക, ഇങ്ങനെ പൊട്ടത്തരം കാണിക്കാമെന്ന്. അവൻ കേൾക്കുക, അവൻ ചുമ്മാ ഇരുന്ന് നമ്മളെ അവന് അവിടെ നിന്ന് നമ്മളെ ഹെഡ് വെക്കാൻ പറ്റും. അതൊരു അവനൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ബ്ലൂട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അവൻ എണ്ണിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു 58 HP കൊടുത്തു. പിന്നെ കുറച്ച് ഡാം ഹെഡ് കൊടുത്തു. പിന്നെ ഞാൻ അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞാൻ അടിക്കാൻ നോക്കി, പിന്നെയും പറ്റിയില്ല. പക്ഷെ അവൻ AW വെച്ച് നിപ്പോളി കഴിച്ചു, എങ്ങനെയായാലും എന്നെ ഹെഡ് അടിക്കാൻ വേണ്ടി. പിന്നെ ഡെസേർട്ട് കയറി നോക്കി അവൻ കറക്റ്റായിട്ട് AW വെച്ച് അടിച്ചു ഗൈസ്. അവൻ എൻ്റെ അടി നല്ല AW പ്ലെയറാണ്, ഞാനും AW പ്ലെയറാണ്. പക്ഷെ എനിക്ക് ഹെഡ് AW എടുക്കാൻ കുറച്ചൊരു മടിയാണ് ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ വേറെ ഗണ്ണൊന്നും എടുത്തില്ല. ഡെസേർട്ടും വുഡ്പാക്കറും MIT അല്ല UMP വെച്ച് ഞാൻ കയറാന്ന് വെച്ചു. അപ്പം ഞാൻ കുറച്ചകത്ത് കയറി, പിന്നെ അവൻ വന്നില്ല. അതുകൊണ്ടാണ് വന്നു കഴിച്ചു. ഇപ്പം നല്ല ടൈറ്റിൽ പോവാണ് കളി. അവനൊരു കളിയോട് ജയിച്ചാൽ അവൻ നമുക്ക് നല്ല ടാസ്ക് ആയിരിക്കും. ഒരു കളിയോട് അവൻ ജയിച്ചാൽ മതി. നോക്കിയപ്പോൾ അവനൊക്കെ നല്ല അത്യാവശ്യം എന്നെ പാതി ഡാമാക്കി കഴിച്ചു. പാതി അവൻ ഡാമാക്കി. അവൻ കയറി വരുന്നില്ല. അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ താടിയൊക്കെ അടിക്കാൻ നോക്കി, പറ്റിയില്ല. കൂടാതെ നെറ്റും പോയി ചെറുതായിട്ട്. ഡെസേർട്ട് വെച്ച് കിട്ടി കഴിച്ചു. 1ാമത്തെ വട്ടം ശ്രമിച്ചു, അത് കിട്ടിയില്ല. 2ാമത്തെ വട്ടം ശ്രമിച്ചു, അതും കിട്ടിയില്ല. 3ാമത്തെ വട്ടം ശ്രമിച്ചു, അത് കിട്ടി. 3ാമത്തെ വട്ടം നമുക്ക് കിട്ടി. ഹെഡും കയറി. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് തുടങ്ങി. അവൻ കയറി വരാൻ നോക്കുന്നു. അവൻ കയറി വന്ന സെക്കൻഡിൽ തന്നെ നമ്മൾ വുഡ്പാക്കർ വെച്ച് അടിച്ചു. വുഡ്പാക്കർ വെച്ച് എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ വുഡ്പാക്കർ വെച്ച് അടിച്ചു. നമ്മൾ 5 കളി നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ കംബാക്ക് അടിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. എൻ്റെ അനിയനാണെങ്കിൽ തോപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കളിക്കാത്ത എന്ത് വേണം നമുക്ക് സംഭവിക്കാമല്ലോ. അപ്പോൾ അവൻ പറയുകയാണ് 100% ജയിക്കുമെന്ന്. 155 ഡാം കൊടുക്കുകയാണ് ഗൈസ്. അത് ഫേക്ക് ഡാം അല്ല കേട്ടോ, അവൻ നല്ല ഡാം ഞാൻ ഐറസ് ഇട്ടു.
ഫേക്ക് ഡാമേജ്. ഞാൻ ഫേക്ക് ഡാം അല്ലത്, അത് കാണാം. എൻ്റെ അനിയൻ പറഞ്ഞു ഫേക്ക് ഡാം ആണെന്ന്. അപ്പം അവൻ കയറി വരുന്ന കഴിച്ചു, കയറി വരുന്ന എന്നെ 4 HP ആക്കി. ഞാൻ പിന്നെ ഹീൽ ചെയ്തു. അവൻ കയറി വരുന്നു. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞൂടെ, ഞാൻ കറക്റ്റ് കണ്ടപ്പോൾ അവൻ കയറി വന്നിട്ടും അവൻ എന്തോ അവൻ്റെ ഞെട്ടിപ്പോയി കാണും. കറക്റ്റ് കണ്ടപ്പോൾ അപ്പം നമ്മൾ ടൈ ആയിരിക്കുവാണ്, 6-6 ആയിരിക്കുവാണ്. ഈ കമ്പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാത്തവർ ഒന്നുകൂടെ ലൈക്ക് അടിക്കുക. ഞാൻ കൂടെ ലൈക്ക് അടിക്കാൻ പറയുന്നുണ്ട്. പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് അടിക്കുക കേസ്. അപ്പം അതവർ കേട്ട്. അപ്പോൾ എൻ്റെ ഗൈസ് അടുത്ത 1 ടാപ്പ് ഗൈസ് വുഡ് പാക്കറാണെന്ന് വെച്ചാൽ അടുത്ത 1 ടാപ്പ്. അപ്പോൾ നമ്മൾ 7 കളി എടുത്തിട്ടുണ്ട്, 6 കളി അവനും എടുത്തിട്ടുണ്ട്. അവന് കുറച്ച് ടൈം മാച്ചാണ്. ഈ കളി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കളി ജയിച്ചു. അപ്പോൾ ഞാൻ ഡെസേർട്ട് വെച്ച് പോകുന്നുണ്ട്. അവൻ എനിക്ക് അടിക്കുമെന്ന് തോന്നുന്നു. അവൻ നല്ല ചാടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഡെസേർട്ട് വെച്ച് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ അടിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. പിന്നെ ബ്ലൂ ഇട്ടു, അല്ലെങ്കിൽ ഹെഡ് ആണെന്ന് തോന്നുന്നു. അവൻ എന്തോ ആദ്യമൊക്കെ 3 കളി അവൻ എൻ്റെ വെച്ചാണ് എന്നെ അടിച്ചത്. പിന്നെ അത് മാറി AW ആയി. അവൻ ബ്ലൂ ഇട്ടു, പിന്നെ ഞാൻ എൻ്റെ IRS ഇട്ട്. IRS എൻ്റെ ഗ്ലൂവിലാണ് വീണേ, അവൻ്റെ ഗ്ലൂവിലല്ല. പിന്നെ ഞാൻ IRS അവൻ്റെ ഗ്ലൂ വീഴ്ത്താൻ നോക്കി, പിന്നെ വീണു പോയി. പിന്നെ അവൻ വന്ന് കയറാൻ നോക്കുവാണ്. ഞാൻ ഉട്ടാക്ക കുറച്ച് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നെറ്റും പോകുന്നുണ്ട്. ഉട്ടാക്ക കുറച്ച് പിന്നെ അടിക്കുന്നുണ്ട്. അടുത്ത അടിച്ചു ഗൈസ്. നമ്മൾ ബൂജി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.